അമ്മയുടെ സുന്ദരോ അമ്മയുടെ സുന്ദരക്കോ. കുഞ്ഞിനെ വസുദേവ് എന്നാണ് പേരിട്ടത്. അപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്നുവെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളായിരുന്നു അത്. ഞങ്ങൾ സബൈൻ ഹോസ്പിറ്റലിൽ പോകുകയും സബൈൻ സാറിൻ്റെ നിർദ്ദേശാനുസരണമാണ് IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഡോക്ടർ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് ഡോക്ടറും എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 5 മാസമായപ്പോഴേക്കും എനിക്ക് ഡെലിവറി പെയിൻ ഉണ്ടായതാണ്. അതെല്ലാം തരണം ചെയ്താണ് എനിക്ക് വസുദേവിന് ജന്മം നൽകാൻ സാധിച്ചത്. അതിന് എനിക്ക് ഡോക്ടർ മരിയ മാമിനോട് ഒരുപാട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. അതുപോലെ ആ ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫുകളും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഓരോ സ്റ്റാഫുകളും അവിടുത്തെ എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടായിരുന്നു. 2025 പുതിയ ഒരു പുതുവർഷ ഇതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളില്ല എന്നുള്ള ആൾക്കാർ ഞങ്ങൾ പലരോടും ഇപ്പോൾ ഈ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പലയിടത്തും നടന്നാണ്, പല ഹോസ്പിറ്റലിൽ നടന്നിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ അത് പോസിറ്റീവായി നമുക്ക് മാറി. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാവുന്ന പലരോടും നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ സബൈൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ മിക്കവരോടും പറയും, നമുക്കറിയാവുന്നവരോടൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നുവെച്ചാൽ ഒരു കുഞ്ഞില്ലാത്തവനുള്ള അവൻ്റെ ഒരു എന്താണ് ദുഃഖം മനസ്സിലാവുള്ളൂ. വേറെയുള്ളവർക്ക് ഇപ്പോൾ പുറമേ കാണുമ്പോൾ പറയാനേ പറ്റുള്ളൂ. സബൈൻ കുടുംബത്തിലെ എല്ലാവർക്കും ഡോക്ടർ സബൈൻ സാറിനും ഞങ്ങളുടെ ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. വസുദേവൻ്റെ വകയുമായും ഹാപ്പി ന്യൂ ഇയർ.